ബാലന്റെ സംവിധാനത്തിൽ താളവട്ടം എന്ന നാടകം ഇരിങ്ങാലക്കുടയിൽ കളിക്കുന്നു. പ്രധാന വേഷം ചെയ്യേണ്ട ഒരു നടൻ എത്തിയില്ല. കുറച്ചു നേരം കാത്തിരുന്നു. അയാളെ ബന്ധപ്പെടാനും പറ്റുന്നില്ല. ഒടുവിൽ സംവിധായകനും നിർമ്മാതാവും കൂടി സംഭാഷണം ഏറെക്കുറെ മനഃപ്പാടമാക്കിയ തബലിസ്റ്റിനെ അഭിനയിക്കാൻ നിർബന്ധിക്കുന്നു. അവിടെ ഒരു നടൻ പിറക്കുകയായിരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട മാള അരവിന്ദൻ. പകരക്കാരനായി വന്ന് പകരക്കാരനില്ലാത്ത നടനായി മാറിയ ശ്രീ മാള അരവിന്ദന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ പാദമുദ്രകളിൽ. തൃശൂരിനടുത്തുള്ള മാള എന്ന സ്ഥലനാമം ഹാസ്യത്തിന്റെ പര്യായമായി മാറ്റിത്തീർത്ത നടനാണ് അരവിന്ദൻ. ശബ്ദത്തിലൂടെയും ചിരിയിലൂടെയും ആംഗ്യത്തിലൂടെയും ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ കഴിയുന്ന മാള അരവിന്ദൻ മലയാള സിനിമയ്ക്ക് ലഭിച്ച മഹാഭാഗ്യം തന്നെയാണ്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്ന 1980-90കൾ തന്നെയായിരുന്നു മാളയുടെയും സുവർണ കാലഘട്ടം. 3.5 പതിറ്റാണ്ടിനടുത്ത അഭിനയ ജീവിതത്തിൽ 500ഓളം സിനിമകളിൽ മാള അഭിനയിച്ചിട്ടുണ്ട്. ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വലിയ അനുഭവ സമ്പത്ത് കൈമുതലായി ഉണ്ടായിരുന്നതിനാൽ സിനിമാ രംഗത്ത് പെട്ടെന്ന് ജ്വലിച്ചുയരാൻ മാളയ്ക്ക് സാധിച്ചു. എന്റെ ഗ്രാമം, താറാവ്, അധികാരം, ആളൊരുങ്ങി അരങ്ങൊരുങ്ങി, തടവറ, ദ്വന്ദ്വയുദ്ധം എന്നീ ആദ്യകാല ചിത്രങ്ങളിലൂടെ ഹാസ്യത്തിന് പുതിയ മാനങ്ങൾ തീർക്കാൻ മാളയ്ക്ക് കഴിഞ്ഞു. അടൂർ ഭാസിയും ബഹദൂറും പ്രകാശം വിടർത്തി നിന്ന കാലഘട്ടത്തിലാണ് സവിശേഷമായ ഹാസ്യരീതി കൈമുതലാക്കി മാള അരവിന്ദൻ ചുവടുകൾ ഉറപ്പിക്കുന്നത്. കണ്ണെടുക്കാത്ത നോട്ടം, അസാധാരണമായ ഞെട്ടൽ, ചടുലമായ ചലനങ്ങൾ, കയറ്റിറക്കങ്ങൾ, ഇടചേർന്ന ശബ്ദവിന്യാസം, അർത്ഥഗംഭീരമായ നിശബ്ദത എന്നിവ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തത നൽകി. എറണാകുളം ജില്ലയിലെ വടവുകോടാണ് താനാട്ട് കൊച്ചയ്യപ്പൻ അരവിന്ദൻ എന്ന മാള അരവിന്ദന്റെ ജനനം. അയ്യപ്പന്റെയും പൊന്നമ്മയുടെയും 4 മക്കളിൽ മൂത്തവൻ. അച്ഛൻ പോലീസ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥനും അമ്മ സംഗീത അധ്യാപികയുമായിരുന്നു. അച്ഛന്റെ മരണശേഷമാണ് അരവിന്ദൻ അമ്മയുടെ സ്ഥലമായ തൃശൂരിലെ മാളയിലേക്ക് താമസം മാറുന്നതും പേരിനൊപ്പം ആ പ്രദേശം ചേർക്കപ്പെടുന്നതും. പതുക്കെ മാള ഒരു സ്ഥലനാമത്തേക്കാൾ ഒരു ആളുടെ പേര് പോലെയാവുകയായിരുന്നു. കേരളത്തിന്റെ ഓർമ്മയിൽ തന്നെ ഒരു അപൂർവ രൂപപരിണാമം. മറ്റു പലരെയും പോലെ നാടകം തന്നെയായിരുന്നു മാളയുടെയും ആദ്യകാല തട്ടകം. വ്യത്യസ്ത ട്രൂപ്പുകൾ, നിരവധി നാടകങ്ങൾ. നിധി എന്ന നാടകത്തിൽ ദാമോദര വാര്യർ എന്ന കഥാപാത്രത്തിലൂടെ 1978 മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി. അരവിന്ദനെ തന്നെ അത്ഭുതപ്പെടുത്തി മാളയിലെ നടൻ വളർന്നു തുടങ്ങി. നായകന്റെ സഹായിയായും സുഹൃത്തായുമൊക്കെ മലയാള സിനിമയുടെ വിജയ ഫോർമുലയുടെ ഭാഗമായി അദ്ദേഹം മാറി. 1968 പുറത്തിറങ്ങിയ സിന്ദൂരം എന്ന ചിത്രത്തിലൂടെയാണ് അരവിന്ദൻ സിനിമാ രംഗത്തെത്തുന്നത്. കൂലി, അക്കരെ നിന്നൊരു മാരൻ, ശ്യാമ, പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, കോട്ടയം കുഞ്ഞച്ചൻ, കൂടും തേടി, സന്ദേശം, പിൻഗാമി, ഭൂതക്കണ്ണാടി, സല്ലാപം, വെങ്കലം, ജോക്കർ, മീശമാധവൻ, പെരുമഴക്കാലം, മുല്ല എന്നിവ മാളയുടെ എടുത്തു പറയേണ്ട സിനിമകളാണ്. ആദ്യകാലങ്ങളിൽ നാടകങ്ങളുടെ അണിയറയിൽ തബലിസ്റ്റായിട്ടാണ് അരവിന്ദൻ തന്റെ കലാജീവിതം ആരംഭിച്ചത്. വളരെ ചെറുപ്പം മുതലേ അരവിന്ദൻ തബല വായന പഠിച്ചു. SLC പഠനത്തിന് ശേഷം അദ്ദേഹം കലാരംഗത്തേക്ക് ഇറങ്ങി. തബല മാളയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അഭിനയ തിരക്കുകളുടെ ഇടവേളയിൽ തന്റെ പേരക്കുട്ടിയെ പോലെ ലാളിക്കുന്ന തബലയുടെ മുന്നിലായിരിക്കും അദ്ദേഹം. ഇതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി അനുഭൂതി, കിന്നാരം എന്നീ ചിത്രങ്ങളിലെ തബലിസ്റ്റിന്റെ വേഷവും. സിനിമയിലായാലും നാടകത്തിലായാലും മാള ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത് കോമഡി കഥാപാത്രങ്ങളെയാണ്. അഭിനയത്തിൽ മാത്രമല്ല, സാധാരണ സംഭാഷണത്തിൽ പോലും കോമഡി കലർത്തി മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള മാളയുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. നാടകത്തിലെ തബലിസ്റ്റ് അരവിന്ദൻ, സിനിമയിലെ മാള അരവിന്ദനായുള്ള വളർച്ച അവിശ്വസനീയവും അപ്രതീക്ഷിതവുമായിരുന്നു. ഒരു നല്ല സഹൃദയനും സംഗീത ആസ്വാദകനുമായിരുന്നു മാള. മാള ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലും സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലുമായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. ഗീതയാണ് മാളയുടെ ഭാര്യ. മുത്തു, കല എന്നിവർ മക്കൾ. നർമ്മരസത്തിന് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തിയ മാള അരവിന്ദൻ ശുദ്ധമായ ഹാസ്യത്തിന്റെ അക്ഷയകനിയാണ്. അദ്ദേഹം അഭിനയ യാത്ര തുടരുകയാണ്. പരിചിതനായ ഒരു ഗ്രാമീണന്റെ, കള്ളന്റെ, അന്ധന്റെ, പോലീസുകാരന്റെ, മന്ദബുദ്ധിയുടെ. കഥാപാത്രം ഏതായാലും അതിന്റെ രൂപഭാവങ്ങളിലേക്ക് സ്വാഭാവികമായി ചേക്കേറുന്നു മാള അരവിന്ദൻ. ചുണ്ടിന്റെയോ കണ്ണിണകളുടെയോ വെറുമൊരു ചലനത്തിലൂടെ പോലും കാണികളെ നിർത്താതെ ചിരിപ്പിക്കാൻ കഴിയുന്ന ഈ ഹാസ്യതിലകത്തിന്റെ അത്യുജ്വല പ്രകടനം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ആഴ്ച മറ്റൊരു താരത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം.